Hi guys, welcome to Rich Malayalam Vlog. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രോബെറി ഐസ്ക്രീം. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഗായ്സ്, ഒരു പാക്കറ്റ് പാലാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പാൽ നമുക്ക് ഗോതമ്പ് പൊടി മിക്സ് ചെയ്യാനും ചേർക്കാനൊക്കെ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഈ പാൽ നമ്മൾ ഓട്ടാക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 3 സ്പൂൺ ഗോതമ്പ് പൊടി ചേർക്കുകയാണ്. നമ്മൾ ഗോതമ്പ് പൊടിയുടെ ഒരു ഐസ്ക്രീമാണല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഐസ്ക്രീം നിങ്ങൾക്ക് ഇഷ്ടമാവും. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഐസ്ക്രീമാണ്. കുട്ടികളൊക്കെ നമുക്ക് ധൈര്യത്തോടെ കൊടുക്കാം. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കെമിക്കലും ഇല്ലാത്തൊരു ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് ആർക്കും നമുക്ക് കൊടുക്കാൻ പറ്റും, കഴിക്കാൻ പറ്റും. നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട ഇതൊരു ടേസ്റ്റ് ഇല്ലാത്ത ഐസ്ക്രീമാണെന്ന് വിചാരിക്കേണ്ട. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടും. നല്ല ക്രീമി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ മാക്സിമം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഗോതമ്പ് പൊടിയും പാലും. ഇനി നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ ആദ്യം കണ്ട പാൽ നമ്മൾ ചൂടാക്കി എടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഷുഗർ മിക്സ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ 2 സ്പൂൺ ഷുഗറാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രത്തോളം ഷുഗർ വേണോ, പഞ്ചസാര എത്ര വേണോ വെച്ചാൽ അത് നിങ്ങൾക്ക് ചേർക്കാം. പൊടി മിക്സ് ആക്കിയത് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി മിക്സ് ആക്കി എടുത്തത് തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇനി ഷുഗർ ചേർക്കാം. അത് കഴിഞ്ഞാൽ വാനില, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ, അതായത് ഞാൻ ചേർക്കുന്നത് സ്ട്രോബെറി കളറാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ഇനി മിക്സിയിലേക്ക് ഇത് ചേർത്തിട്ട് ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കാം. നമ്മളിപ്പോൾ മിക്സിയിലേക്ക് എല്ലാം ചേർത്ത് കഴിഞ്ഞു. നമ്മുടെ പാലും അതുപോലെ പൊടിയും നമ്മൾ മിക്സിക്ക് ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വനില 1 സ്പൂണാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഓക്കെ, ഇനി സ്ട്രോബെറി കളറാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. സ്ട്രോബെറി കളർ ഒരു 4 തുള്ളി അല്ലെങ്കിൽ ഒരു 5 നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചേർക്കാം. ബൗളിലേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ട് പീസുകൾ വെച്ച് സെറ്റ് ചെയ്യാം. ഇതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഒരു അരമണിക്കൂറോളം നമുക്ക് പീസറിൽ വെച്ച് നമ്മൾ ഐസ്ക്രീം നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അരമണിക്കൂർ ഒരു പീസറിൽ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അതുവരെ വെയിറ്റ് ചെയ്യുക, സെറ്റാക്കി വെക്കാം. ഓക്കെ ഗൈസ്, അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തിട്ട് നമ്മൾ ഐസ്ക്രീം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് കുട്ടികൾക്കൊക്കെ വളരെ ധൈര്യത്തോടെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഐസ്ക്രീമാണ്. അപ്പോൾ ഇനിയും നമുക്ക് അടിപൊളിയായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.